കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. വളരെ രുചികരമായ ഒരു പുഡിംഗ് റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് വേഗത്തിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു ടേസ്റ്റി പുഡിംഗ് റെസിപ്പി. ഈ പെരുന്നാളിന് നമ്മുടെ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയും ഒക്കെ വിളിക്കുമ്പോൾ അവർക്ക് നമുക്ക് വിളമ്പി കൊടുക്കാൻ പറ്റുന്ന നല്ല രുചികരമായിട്ടുള്ള ഒരു പുഡിംഗ് തന്നെ. ജെലാറ്റിനോ ചൈനോ ഗ്രാസോ ഒന്നുമില്ലാതെയാണ് ഇത് തയ്യാറാക്കി എടുത്തേക്കുന്നത്. നമുക്കൊന്ന് കണ്ടാലോ? ഈ പുഡിങ്ങിൻ്റെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ക്യാരറ്റാണ്. നമുക്ക് ഇതേ വലുപ്പമുള്ള 3 ക്യാരറ്റ് ആവശ്യമുണ്ട്. ഞാനൊരു ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഈ പുഡിങ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടിയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഈ എടുക്കുന്ന ഇൻഗ്രീഡിയൻസിനൊക്കെ ഒന്ന് ചേഞ്ചസ് വരുത്തേണ്ടതാണ്. ക്യാരറ്റിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ ശേഷം കഴുകി വൃത്തിയാക്കി ഈ ഒരു രീതിയിൽ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിൽ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് പൾസ് ചെയ്തെടുത്താലും മതി. ക്യാരറ്റ് നമുക്ക് പൊടിയായിട്ട് തന്നെ കിട്ടണം, എന്നാലേ നമുക്ക് ഇത് വേഗത്തിൽ വെന്ത് കിട്ടുകയുള്ളൂ. അതുകൊണ്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കുക. ഈ ഒരു രീതിയിൽ 3 ക്യാരറ്റും അരിഞ്ഞെടുത്തിട്ടുണ്ട്. പാനിലോട്ട് ഞാനൊരു 1.5 ടേബിൾ സ്പൂണ് ഗീ ആണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഗീയിലൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോഴാണ് നമ്മൾ ഉദ്ദേശിച്ച ഒരു ടേസ്റ്റിലൊക്കെ ഈ പുഡിങ് കിട്ടുകയുള്ളൂ. ഇതിലോട്ട് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ കാഷ്യൂനട്ടും അതുപോലെ തന്നെ ബദാമും എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പീനട്ടും പിസ്തയും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവ രണ്ടും മാത്രമേ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇവ മൂത്ത് വന്ന ശേഷം ഒരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റുകയാണ്. ചൂടാറിയ ശേഷമാണ് മിക്സിയുടെ ജാറിലിട്ട് ചെറിയ തരിതരിപ്പോടെ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കുകയും വേണം. ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന ക്യാരറ്റും അതേ ഗീയിലോട്ട് തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. വേറെ ഗീ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ഗീയിൽ നമുക്ക് ഈ ക്യാരറ്റും വഴറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ക്യാരറ്റിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ചെറിയ രീതിയിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ ക്യാരറ്റിലുണ്ടല്ലോ, അതൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത്. 2-3 മിനിറ്റ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഞാൻ നെയ്യുമായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഇനി പഞ്ചസാരയെല്ലാം ഒന്ന് ഉരുകി ആ ക്യാരറ്റിൻ്റെ പീസിലൊക്കെ ഒന്ന് പിടിച്ച് വരത്തക്ക രീതിയിൽ നമ്മൾ മിക്സ് ചെയ്ത് എടുക്കുകയും വേണം. ക്യാരറ്റ് വെച്ചിട്ട് നിങ്ങൾ പുഡിങ്ങൊക്കെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ്. നമ്മൾ വേറെ അഡീഷണൽ ആയിട്ടുള്ള കളറോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ക്യാരറ്റിൻ്റെ കളറിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ചേർത്ത് കൊടുത്ത പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായിട്ട് ക്യാരറ്റ് പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്യാരറ്റ് കുറച്ചും കൂടിയൊക്കെ ഒന്ന് വെന്ത് കിട്ടേണ്ട ആവശ്യമുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. 1/2 കപ്പ് അളവിൽ പാലും അതേ അളവിൽ തന്നെ വെള്ളവും കൂടി ഞാൻ മിക്സ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുത്ത പാലും വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല രീതിയിൽ തന്നെ ക്യാരറ്റ് ഒന്ന് പെരണ്ട് കിട്ടുന്ന ആ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടിയത്. അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ വേവിച്ചെടുക്കണം. അടച്ചു വയ്ക്കുമ്പോൾ പാലും ക്യാരറ്റും ഒക്കെ ആയതുകൊണ്ട് തിളച്ച് തൂകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ചെറിയ രീതിയിലൊന്ന് തുറന്നിരിക്കത്തക്ക രീതിയിൽ വേണം അടച്ചു വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി ഇവ വറ്റിച്ചെടുക്കുന്നത് വരെ നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടതുണ്ട്. ക്യാരറ്റ് നല്ല രീതിയിൽ വെന്ത് നല്ല സോഫ്റ്റായിട്ട് കിട്ടണം. ഈ പുഡിംഗ് എന്ന് പറഞ്ഞാൽ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ്. വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ തീർച്ചയായിട്ടും നമുക്കിത് തയ്യാറാക്കി ഗസ്റ്റിനൊക്കെ കൊടുക്കുകയാണെങ്കിൽ വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യും. പാലിലും അതുപോലെ തന്നെ ഏലക്കാപ്പൊടിയിലും ഒക്കെ ഇങ്ങനെ വെന്ത് വരണ്ട് വരുമ്പോഴുണ്ടല്ലോ എന്താ ഫ്ലേവർ എന്നറിയാമോ? ആ ഏലക്കായുടെ ഫ്ലേവറും അതുപോലെ പാലിനകത്ത് കിടന്നത് വേകുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ തന്നെയാണ്. ഇപ്പം നല്ല രീതിയിൽ തന്നെ ഒന്ന് വരട്ടിയെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വരട്ടിയിട്ട് കുറച്ച് നട്ട്സൊക്കെ ഒന്ന് ചോപ്പ് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിലും വളരെ നല്ലതാണ്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഒരു രീതിയിൽ ഇപ്പം ഡ്രൈ ആക്കി എടുത്തു. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാറ്റാവുന്നതാണ്. ഏത് പാത്രത്തിലോട്ടാണോ നമ്മൾ പുഡിങ് റെഡിയാക്കി എടുക്കുന്നത് ആ ഒരു പാത്രത്തിലോട്ടാണ് വരട്ടിയെടുത്തിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം നമ്മൾ ഇവയെല്ലാം ഒന്ന് ഇട്ട് കൊടുത്ത ശേഷം സ്പൂൺ കൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയും വേണം. ഇനി ഇവ നമുക്ക് ചൂടാറുന്നതിന് വേണ്ടിയിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് കുറച്ച് കാര്യങ്ങളൂടെ റെഡിയാക്കി ഇതിൻ്റെ മുകളിലോട്ട് ഫില്ല് ചെയ്യാനായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് ഇതേ പാനിൽ തന്നെ റെഡിയാക്കി എടുക്കാം. ക്യാരറ്റ് വരട്ടിയെടുത്ത അതേ പാനിൽ തന്നെയാണ് ഞാൻ ഇനിയും മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. പാനം കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. 1/2 ലിറ്റർ അളവിൽ പാലാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഫുൾ ഫാറ്റായിട്ടുള്ള പാലാണ്. ഇത് ഇളക്കി നമുക്ക് ചെറിയ രീതിയിലൊന്ന് ചൂടാക്കി എടുക്കേണ്ടതുണ്ട്. പാല് ചെറുതായിട്ട് ചൂടായിട്ട് വന്നപ്പോഴത്തേക്കിന് ഇതിലോട്ട് 1/4 കപ്പ് അളവിൽ കണ്ടൻസ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേഞ്ചസ് വരുത്തി തന്നെ ചേർത്ത് കൊടുക്കുക. ഇവയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട് ഈ പാല്.
ഈ പുഡിങ് നമ്മളൊരു ക്രീമി ആയിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. 2.5 ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റർഡ് പൗഡറാണ് ലേശം പാലും ഞാൻ മിക്സ് ചെയ്തെടുത്തേക്കുന്നത്. അത് നമുക്ക് ഈ പാലിലോട്ട് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് കുറുക്കിയെടുക്കണം. ഈ കസ്റ്റർഡ് പൗഡറിന് പകരം നമുക്ക് കോൺഫ്ലവർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ അരിപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതേ സെയിം അളവിൽ തന്നെ ചേർത്ത് കൊടുത്തിട്ട് കുറുക്കിയെടുത്താലും മതി. നമുക്ക് നല്ല ക്രീമി ആയിട്ടാണ് ഈ പുഡിങ് റെഡിയാക്കി എടുക്കേണ്ടത്. അവിടെ ജെലാറ്റിനോ ചൈനോ ഗ്രാസോ ഒന്നും ചേർത്ത് കൊടുക്കാതെ ഈ ഒരു രീതിയിലാണ് നമ്മൾ കുറുക്കിയെടുക്കുന്നത്. ഇനിയും കൈവിടാതെ തന്നെ ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കണം. നല്ല തിക്കായിട്ട് വരുന്നൊരു പരുവം ഉണ്ടല്ലോ, ആ ഒരു പരുവം വരെ നമ്മൾ കുറുക്കിയെടുക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുത്തില്ലെങ്കിൽ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കൈവിടാതെ തന്നെ ഇളക്കി നമുക്ക് കുറുക്കിയെടുക്കാം. നല്ല ക്രീമി ആയിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ചൂടോടുകൂടിയാണ് നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റിൻ്റെ ആ ഒരു കൂട്ടിലോട്ട് നമ്മൾ ഈ പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഇനി ഈ കൂട്ടിൻ്റെ ചൂടാറുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ചൂടാറിയ ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല രീതിയിൽ തണുപ്പിച്ച് നമുക്ക് സെറ്റാക്കി എടുക്കാവുന്നതാണ്. പുഡിങ്ങിൻ്റെ ചൂടാറിയ ശേഷം ഞാനൊരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ചിരുന്ന കാഷ്യൂനട്ടൊക്കെ ഉണ്ടല്ലോ, അത് ചെറുതായിട്ട് പൾസ് ചെയ്ത് തരിതരിപ്പോടു കൂടിയാണ് പൾസ് ചെയ്തെടുത്തേക്കുന്നത്. അത് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലോട്ട് വിതറി കൊടുക്കുന്നുണ്ട്. തരിതരിപ്പായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ കോരി കഴിക്കുന്ന സമയത്ത് ആ നട്ട്സും കൂടെ നമുക്ക് ഇടയ്ക്ക് കടിക്കാനായിട്ട് കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. കുറച്ചും കൂടെ ഒന്ന് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടെ നമുക്കിതിൻ്റെ മുകളിലോട്ട് വിതറി കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണിത്. കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാനായിട്ട് തോന്നും. അത്രയ്ക്ക് തന്നെ ടേസ്റ്റിയുമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും, ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത്. നിങ്ങൾ ഓരോ വീഡിയോയ്ക്കും തരുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് കഴിയുകയുള്ളൂ. നമ്മൾ സെർവ് ചെയ്യാനായിട്ട് എടുക്കുമ്പോൾ താഴ്വശം കൂടെ ചേർത്ത് വേണം സെർവ് ചെയ്യാനായിട്ട്. താഴത്തെ ആ സെറ്റിലാണ് നമ്മൾ ക്യാരറ്റ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ആ ഒരു കൂട്ടും കൂടെ ചേർത്ത് വേണം നമ്മൾ സെർവ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി കുട്ടികൾക്കും അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴും ഒന്ന് തയ്യാറാക്കി കൊടുക്കണം. നമ്മുടെ വീട്ടിലെ വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. നല്ല ക്രീമി ആയിട്ടുള്ള ഒരു പുഡിങ് നമുക്കിവിടെ തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. കുറച്ചും കൂടെ അധികത്തിലാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ചേർത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കൂട്ടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കൊടുക്കാനായിട്ടുള്ള നല്ല ടേസ്റ്റി പുഡിങ് തയ്യാറാക്കി എടുക്കാം വീട്ടിൽ. എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. ഇതുപോലെ ഒന്ന് തയ്യാറാക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഈ കുഞ്ഞു ചാനലിനൊരു സപ്പോർട്ടും കൂടെ തരാൻ മറന്നു പോകല്ല. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് എത്തുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.